ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് എഴുതിയിട്ടുള്ളത് നജീബ് മഹഫൂസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഈജിപ്ഷ്യനും ആണ്, അതുപോലെ തന്നെ ഫസ്റ്റ് അറബ് റൈറ്ററും ആണ്. ഇദ്ദേഹം 35 നോവലും 350ഓളം ഷോർട്ട് സ്റ്റോറീസും 26 സ്ക്രീൻ പ്ലേയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു യങ് ബോയും അവൻ്റെ ഫാദറും കൂടെ നടക്കുന്നതാണ്. അവർ സ്കൂളിലേക്ക് നടക്കുകയാണ്. കാരണം ആ കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന്. കുട്ടിക്ക് അത്ര താല്പര്യമൊന്നുമില്ല പോവാൻ, ബട്ട് എന്താണ്, വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ നമ്മൾ പോവുമല്ലോ. അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ഭയങ്കര നെർവസ് ആണ്, കുറച്ച് പേടിയെല്ലാം ഉണ്ട്. പക്ഷേ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ആക്ച്വലി നിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പോകുന്ന സമയത്ത് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റും അതിലെ മരങ്ങളും പഴങ്ങളും എല്ലാം അവന് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ എന്തുണ്ട്, ഒരു പേടിയും നെഗറ്റിവിറ്റി അവൻ്റെ ഉള്ളിലുണ്ട്. ഫാദർ പറയുന്നുണ്ട്, എന്ത്, ബി ബോൾഡ്, നീ ബോൾഡ് ആവ്, ഡോൺ വെറി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് സ്കൂൾ കഴിയുന്ന സമയത്ത് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്നും പറയുന്നുണ്ടായിരുന്നു. സ്കൂളിലേക്ക് മടിച്ചുകൊണ്ടാണ് അവന് കയറുന്നത്. അവിടെ ഒരുപാട് ബോയ്സിനെയും ഗേൾസിനെയും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്കൊന്നും പരസ്പരം അറിയില്ല. എന്നാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ പെട്ടെന്ന് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ കരയുകയാണ്. ആ സമയത്താണ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്, ന്യൂ ഹോം. എല്ലാവരും കണ്ണൊക്കെ തുടച്ച് ലൈഫിനെ ജോയ്ഫുൾ ആയിട്ട് ഫേസ് ചെയ്യാൻ പറയുകയാണ് ടീച്ചർ. അങ്ങനെ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാണ് ഈ ദിവസത്തിൻ്റെ ബാക്കി സമയം ഇവിടെ ചെലവഴിക്കും എന്നുള്ളത്, ഇവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത്. പിന്നീട് ഈ ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഗേൾസുമായിട്ട് സ്നേഹത്തിലാവുന്നു, കളിക്കുന്നു, വ്യത്യസ്ത തരം കളികൾ കളിക്കുന്നു, പാട്ടുകൾ പാടുന്നു, വ്യത്യസ്ത ലാംഗ്വേജസ് പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വേൾഡിനെ പറ്റിയും റിലീജിയനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ബോയ് റിയലൈസ് ചെയ്യാണ്, സ്കൂളിൽ ഓൾവേസ് ഫണ്ണല്ല, എപ്പോഴും സന്തോഷമല്ല, അവിടെ ഹാർഡ് ടൈംസ് ഉണ്ട്. അതായത് വേദനകളും സങ്കടങ്ങളും ദേഷ്യവും ഫൈറ്റും ഹാർട്ട് ബ്രേക്കും എല്ലാം ഉണ്ട്. ഈവൻ സ്കൂളിലെ ടീച്ചർ നമ്മളെ ചീത്ത പറയുന്നു, അതുപോലെ സംടൈംസ് അവർ അടിക്കുന്നു. അപ്പോൾ ഈ ബോയ് പഠിച്ചു ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും കുറച്ചുകൂടെ കെയർഫുൾ ആവണം എന്നുള്ളത്. അങ്ങനെ ആ ദിവസം കഴിയാറായപ്പോൾ ബെല്ലടിച്ചു. അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സ്വീറ്റ് ഹാർട്ടിൻ്റെ അടുത്തും എല്ലാം ഗുഡ് ബൈ പറഞ്ഞു പിരിയാണ്. ആ സമയത്ത് അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബട്ട് എന്താണ്, അച്ഛനെ കണ്ടിട്ടില്ല. സോ ഈ ബോയ് ഡിസൈഡ് ചെയ്യാണ്, എന്ത്, ഞാൻ തനിയെ വീട്ടിലേക്ക് പോവാമെന്നുള്ളത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഈ കുട്ടി ഷോക്കാവാണ്. കാരണം അവിടെ എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കാറുകളും വലിയ ബിൽഡിങ്ങുകളുമാണ് ഉള്ളത്. വരുന്ന സമയത്ത് കണ്ട ഗാർഡനും വയലും എല്ലാം പോയിട്ടുണ്ട്. അവിടെ എന്താണ്, സർക്കസിലെ ആളുകളും മജീഷ്യനും പെർഫോം ചെയ്യുന്നു. ഫയർ ട്രക്ക് അവിടെ ട്രാഫിക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോയ്ക്ക് ആകെ ഭ്രാന്താവുന്ന പോലെ തോന്നുകയാണ്. അവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് വീട്ടിലെത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവന് ചിന്തിക്കുകയാണ് അവൻ്റെ വീട് എവിടെയായിരുന്നു എന്ന്. രാവിലെ വരുന്ന സമയത്ത് അവന് വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബട്ട് ഈവനിങ് തിരിച്ചു പോകാനായപ്പോഴേക്ക് അവന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല എവിടെയായിരുന്നു വീട് എന്നുള്ളത്. അങ്ങനെ അവന് അബൂഹുദ റോഡ് ക്രോസ് ചെയ്യണം. അപ്പം അത് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ലൈൻ ഓഫ് കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്യാന്നുള്ളത് അവന് വണ്ടർ അടിച്ച് നിൽക്കുവാണ്. റോഡ് എപ്പോഴാണ് ക്രോസ് ചെയ്യാൻ പറ്റാന്ന് ആലോചിച്ച് ഇയാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു യങ് ബോയ്, അവിടെ അടുത്ത് അയൺ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ബോയ് ഇയാളെ അപ്രോച്ച് ചെയ്യാണ്. എന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് പറയാണ്, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. മുത്തച്ഛ, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. എന്താ ഉണ്ടായതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഗ്രാൻഡ് പാ എന്നാണല്ലേ വിളിച്ചിട്ടുള്ളത്. നമ്മൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എന്തായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേനും എന്താണ്, ഗ്രാൻഡ് പേ ആവുകയാണ് അല്ലേ. നമ്മളെ ചാപ്റ്ററിന്റെ പേര് ഹാഫ് എ ഡേ എന്നാണ്. ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ഈ ഒരാളുടെ എൻറ്റയർ ലൈഫാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ആയപ്പോഴേക്കും അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. റാപ്പിഡായിട്ട് എന്ത് ചെയ്യാണ്, ടൈം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. സമയത്തിൻ്റെ ഒരു ഷിഫ്റ്റാണ് അല്ലേ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും കാര്യങ്ങളും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.